നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്, ദൈവത്തിൻ്റെ പർപ്പസ് എന്താണ്, നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 10 എപ്പിസോഡുകളായിട്ട് നമ്മൾ സംസാരിക്കുകയായിരുന്നു. പല വിഷയങ്ങൾ ആത്മീയ തലത്തിൽ നടക്കുന്ന സ്പിരിച്വൽ ആംഗിളിലെ പല കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങളത് ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ചിന്തകൾ കൊണ്ട് ദൈവം നമ്മളെ വേറൊരു ലെവലിലേക്ക് നടത്തണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീയ മണ്ഡലത്തിൽ ഉള്ള 10 പ്രധാനപ്പെട്ട ഫാക്റ്റുകളെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പലർക്കും ഒരു പുതിയ ഒരു അറിവായിരുന്നു എന്ന് അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാര്യം ഇതൊക്കെ നമ്മൾ പോകുന്ന സഭകളിലോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന കൂട്ടായ്മയിലോ ഒന്നും ആരും പൊതുവെ സംസാരിക്കാറില്ല. ഇത് കാരണം ദൈവത്തിൻ്റെ ആഴങ്ങളിലുള്ള കാര്യങ്ങളാണ്. ഈ ദൈവത്തിൻ്റെ ആഴങ്ങളിലുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ പ്രസൻസിലിരിക്കുമ്പോഴാണ് ദൈവം പലതും വെളിപ്പെടുത്തി തരുന്നത്. ഇനിയുള്ള അടുത്ത എപ്പിസോഡുകളിലേക്ക് നമ്മൾ നീങ്ങുമ്പോഴേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് വലിയൊരു ഡെലിവറൻസ് എല്ലാ മേഖലകളിലും നമുക്ക് വരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ എന്തിനാണ് ദൈവം നമ്മളെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നത് നമ്മളൊരു ആത്മാവാണ്. ആത്മാവ് ഈ ശരീരത്തിൽ ഇട്ടിരിക്കുകയാണ്. അതായത് നമ്മളൊരു ആത്മരൂപിയാണ് അല്ലെങ്കിൽ ഒരു ആത്മാവാണെന്നൊരു ചിന്ത നമ്മളെ ഭരിക്കുമ്പോൾ തന്നെ നമ്മൾ പോകുന്ന മേഖലകളിലെല്ലാം തന്നെ ആ ഒരു ചിന്ത നമ്മളെ ബലപ്പെടുത്തുകയും നമ്മളെ സഹായിക്കുകയും നമ്മളെ നടത്തുകയും ചെയ്യും. ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്, ഒരു വസ്തുതയാണ്. നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ആത്മരൂപിയാണ് എന്നുള്ളത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലാണ് ദൈവം സൃഷ്ടിച്ചത്. ഗോഡ് ഹാസ് എ പർപ്പസ് ഓഫ് മൈ ലൈഫ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വെറുതെ ചെയ്യാറുണ്ടോ? ഒരു കാര്യങ്ങൾ നമ്മൾ വെറുതെ ചെയ്യാറില്ല. കാരണം എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വീട് വെക്കുകയാണെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. ചെറിയ കാറ് വാങ്ങിച്ചിട്ട് മാറ്റിയിട്ട് വലിയ കാറ് വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിനൊരു പർപ്പസ് ഉണ്ട്. കാരണം വീട്ടിൽ ആളുകൾ കൂടുതലുണ്ട്, അതിനകത്ത് യാത്ര ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ അവൻ്റെ വരുമാന മാർഗം കൂടി നമ്മൾ കുറച്ചും കൂടി ഹൈ സ്റ്റാറ്റസ് ആണെന്ന് കാണിക്കാനായി. എന്തായാലും എല്ലാറ്റിനും ഒരു പർപ്പസ് ഉണ്ട്. നമ്മളെല്ലാം വെറുതെ ഒരു കാര്യം ചെയ്യത്തില്ല, വെറുതെ ഇരുന്ന് നമ്മളെ സമയം കളയത്തില്ല. ഇതുപോലെ തന്നെ ദൈവവും മനുഷ്യനെ സൃഷ്ടിച്ചതിനും ഈ ലോകത്തിലാക്കിയതിനും പർപ്പസുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അതിൻ്റെ ചുരുക്കമായിട്ട് പറഞ്ഞതാണ്. യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിനേറ്റ് പോയതിന് ശേഷം ശിഷ്യന്മാരുണ്ടായിരുന്നു കുറച്ച് നാൾ. ശിഷ്യന്മാരുടെ ശേഷം ഈ സുവിശേഷത്തിന് വേണ്ടി അതിൻ്റെ വക്താക്കളാക്കി നിങ്ങളെയും എന്നെയും ദൈവം തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിലെ പൈശാചിക ശക്തികളെ അതിനെ അഴിക്കുന്ന പ്രവൃത്തിയാണ് യേശു ചെയ്ത്. അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ വൈ ഗോഡ് ക്രിയേറ്റഡ് മാൻ എന്നുള്ള ഒരു ചോദ്യത്തിന് നമ്മൾ പെട്ടെന്ന് ഒരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ട്, ആ പർപ്പസ് കണ്ടുപിടിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരും. എന്നാലും ബൈബിളിലെ ചില വാക്യങ്ങൾ അതിനകത്ത് നമുക്കൊരു റെഫറൻസ് നമ്മൾ നോക്കുമ്പോഴേ ദൈവവചനത്തിൽ നിന്ന് ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാം. അത് നമുക്ക് ഒരു പ്രചോദനം തരും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടതായി. ഇപ്പോൾ നമ്മളെ ദൈവം സൃഷ്ടിച്ച് ഒരുക്കിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സൽപ്രവൃത്തിക്കായിട്ടാണ് നമ്മളെ ചെയ്തിരിക്കുന്നത്. മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തി. ദൈവം നമുക്ക് ചില സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ആ പർപ്പസ് കണ്ടെത്തി അത് പ്രകാരം നമ്മൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ സാത്താൻ്റെ കിങ്ഡം, സാത്താൻ്റെ രാജ്യം തകരുകയുള്ളൂ. നമ്മുടെ ഈ ചിന്തകളെല്ലാം ക്രോഡീകരിച്ച് കൊണ്ടുപോകുന്ന പൈശാചിക ശക്തികളിൽ നിന്നുള്ള ഒരു വിടുതലും സക്സസ്സുമാണ്. കാരണം നമ്മൾ ഓരോ എപ്പിസോഡുകളിൽ പഠിക്കുന്തോറും ഇതിനെക്കുറിച്ച് കൂടുതൽ റെവലേഷൻ നമുക്ക് വരും. പിശാചിനെക്കുറിച്ച്, അവൻ്റെ സേനകളെക്കുറിച്ച്, അവൻ കൊണ്ടുവരുന്ന നമ്മുടെ ജീവിതങ്ങൾ കൊണ്ടുവരുന്ന പ്രയാസങ്ങളെ, നമ്മൾ ഏത് രീതിയിൽ ജീവിക്കണം, എങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം ഇതിനകത്ത് കവർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഏത് രീതിയിൽ ഇതിന് ഡെലിവറൻസ് വരണം, ഇതെല്ലാം നമ്മൾ ഇതിൽ കവർ ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനേകം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രെയർ റിക്വസ്റ്റുകൾ വന്നിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരുപാട് ദൈവം വിടുവിക്കുന്ന വിധങ്ങൾ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റും.
ഈ ഈ മേഖലകളിൽ, ഈ പൈശാചിക മേഖലകളിൽ കെട്ടപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് ഒരുപാട് വിടുതൽ വരുന്നത് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ഈ നാളുകളിൽ ഞങ്ങൾക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട വലിയൊരു ആവശ്യമുണ്ട്. കാരണം നമുക്കുള്ള പോരാട്ടം ഈ ജഡരക്തങ്ങളോടല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഈ ആത്മീയ മണ്ഡലങ്ങളിലുള്ളൊരു വാറാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വാറിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥനയിൽ കൂടിയും ദൈവവചനത്തിൽ കൂടിയും നമ്മളെ ശുദ്ധീകരിക്കുന്നതിൽ കൂടിയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ കൂടിയും ഉപവാസത്തിൽ കൂടിയും ബൈൻഡ് ചെയ്യുന്നതിൽ കൂടിയും കർത്താവ് നമുക്ക് തരുന്ന അധികാരങ്ങൾ കൂടിയും അറിവിൽ കൂടിയും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയാണ് നമുക്ക് ആവശ്യം. നമുക്ക് ഈ മാനുഷിക ശക്തി കൊണ്ടൊന്നും ഈ സാത്താൻ്റെ രാജ്യം തകർക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ചിന്തിക്കുന്ന ഈ ബോഡിയിലുള്ള ഈ ശരീരത്തിലുള്ള കാര്യത്തിനൊക്കെ ഉപരിയായിട്ട് ഇത്തിരി കാര്യങ്ങളുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ഈ എപ്പിസോഡുകളിൽ പറഞ്ഞാണ്, ഫാക്സിനെ കുറിച്ച് പറഞ്ഞാണ്. കാണാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് വിചാരിക്കുക നമ്മൾ കാണുന്ന മാത്രമേ ഉള്ളൂ എന്ന്. അതിനുപരിയായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദ പവർ ഓഫ് ഗോഡ് ഓൺലി മൂവ് ഇൻ ദ പർപ്പസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. ദ പവർ ഓഫ് ഗോഡ് ഓൺലി മൂവ് ഇൻ ദ പർപ്പസ് ഓഫ് ഗോഡ്. ദൈവം ഇമോഷനൊക്കെ അനുസരിച്ച് മൂവ് ചെയ്യുന്നൊരു വ്യക്തിയല്ല. നമ്മൾ വിചാരിക്കും ദൈവം നമ്മളൊന്ന് കരഞ്ഞു കാണിച്ചാൽ അതനുസരിച്ച് മൂവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിലിരുന്ന് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക, അയ്യോ ദൈവമേ ഇങ്ങനെയൊക്കെ എന്താ വരുത്തിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം മൂവ് ചെയ്യും എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ പ്രവർത്തികൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വെളിപ്പെട്ട് വരുന്നത് ദൈവത്തിൻ്റെ പർപ്പസിൽ കൂടിയാണ്. എൻ്റെയും നിങ്ങളുടെയും ലൈഫിൽ ഇത് വെളിപ്പെട്ട് വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സാത്താൻ്റെ കിങ്ഡത്തെ തകർക്കാൻ വേണ്ടിയാണ്. അവിടെ ഒരു സാധാരണ വ്യക്തിക്ക് പൈശാചിക കിങ്ഡത്തെ തകർക്കാനായിട്ട് സാധ്യമല്ല, സാധാരണ വ്യക്തിക്ക്. കാരണം ഈ സാധാരണ വ്യക്തികളിലെല്ലാം തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഇല്ല. ഈ സൂപ്പർ നാച്ചുറൽ പവർ എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, ഈ സൂപ്പർ നാച്ചുറൽ പവർ വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള പൈശാചിക ഓൾട്ടർ, പൈശാചിക ബലിപീഠം എന്ന് വെച്ചാൽ പിശാചിനെ നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്നത് മാറിയിട്ട് യേശുക്രിസ്തുവിനെ അവിടെ സ്ഥാപിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി സാധാരണ വ്യക്തിയിൽ നിന്ന് സൂപ്പർ നാച്ചുറലായിട്ടൊരു വ്യക്തിയാവുന്നത്. കാരണം എന്താണ്? യേശുവിൻ്റെ ആത്മാവ് അവനിൽ വസിക്കുകയാണ്. യേശുവിൻ്റെ ആത്മാവിനിൽ വസിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറുകയാണ്. അവൻ്റെ കാഴ്ചപ്പാട് മാറുക. എങ്ങനെങ്കിലും കുറേ നാൾ ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ചു പോകുക എന്നുള്ളതല്ല, അതിനൊക്കെ ഉപരിയായിട്ട് എൻ്റെ കാഴ്ചപ്പാട് മാറുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33 മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാനുള്ളൊരു താല്പര്യം ഈ വ്യക്തിയിൽ വന്നു ചേരുകയാണ്. എങ്ങനെയാണ്? യേശുക്രിസ്തു ഉള്ളിൽ വരുമ്പോഴേ. അതുകൊണ്ട് നമ്മളുടെ ഈ സാധാരണ ഈ ജഡത്തിലെ ഇമോഷൻസ് ഒക്കെ ഉള്ള ഈ ശരീരം കൊണ്ടോ നമ്മുടെ ഫ്ലഷ് കൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ ഒന്നും ഈ പൈശാചിക ശക്തികളെ നമുക്ക് എതിർത്ത് നിൽക്കാനോ തോൽപ്പിക്കാനോ ഒന്നും നമുക്ക് പറ്റുകയില്ല. അതിനാൽ നമ്മൾ എന്തോ ചെയ്യണം? നമ്മൾ ദൈവത്താൽ ഒരുക്കപ്പെടണം, അല്ലേ? ദൈവത്താൽ നമ്മൾ ഒരുക്കപ്പെടണം, ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കണം. ദ പവർ ഓഫ് ഗോഡ്, ദ പ്രിപ്പറേഷൻ, ദ പവർ, ആൻഡ് ഗോഡ് ഹാസ് ടു സെൻഡ് us. ദൈവം നമ്മളെ അയക്കണം. ദൈവത്തിൻ്റെ പർപ്പസിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്ന, എപ്പോഴും ഡീവിയേറ്റ് ചെയ്യാനാണ് സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മളെ ഈ ലോകത്തിലെ, നേരത്തെ നമ്മൾ പറഞ്ഞാണ്, ആത്മീയ ലോകത്തിൽ നമ്മളെ നേരത്തെ ക്രിയേറ്റ് ചെയ്തതാണ്. എന്നാൽ ദൈവത്തിൻ്റെ പർപ്പസ് നമ്മൾ ഈ ലോകത്തിൽ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഒരു സീസണിൽ നമ്മളെ ഈ ലോകത്ത് ജനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഓരോ സമയങ്ങളിലും വന്നിരിക്കുന്നത്. യേശുക്രിസ്തു പോലും ഈ ലോകത്തിൽ വന്നത് ദൈവത്തിൻ്റെ കാലത്തിൻ്റെ തികവെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പർപ്പസ് നിറവേറ്റുവാൻ ദൈവം മനുഷ്യനായി അവതരിച്ചാണ്. നമ്മളെ ഈ ലോകത്തിലെ ദൈവം പല സമയങ്ങളിലായിട്ട് ജന്മം തന്ന് നമ്മൾ ഈ ലോകത്തിൽ 50, 60, 80, 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പർപ്പസ് നമ്മൾ കൂടി നടത്തുവാനായിട്ടാണ്. അതിന് ദൈവത്തിൻ്റെ പർപ്പസ് ഡീവിയേറ്റ് ചെയ്യുവാനായിട്ട് എപ്പോഴും സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ ഫോക്കസ് മാറ്റുക, ഇതാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം. എന്ത് പർപ്പസിനാണ്
നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഫോക്കസ് മാറ്റുക എന്ന് വെച്ചാൽ അവന് നമ്മുടെ ഫാമിലി ലൈഫിൽ, മാരീഡ് ലൈഫിൽ, നമ്മുടെ ഹെൽത്തിൽ, ആരോഗ്യത്തിൽ, ഫൈനാൻസിൽ, നമ്മുടെ തലമുറകളിലെല്ലാം കളിച്ചിട്ട് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് ആ പർപ്പസിലോട്ട് വരാതിരിക്കാൻ ശ്രമിക്കും. കാരണം അങ്ങനെ പർപ്പസിൽ വന്നാൽ, നമ്മളെ പർപ്പസിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സാത്താൻ്റെ കിങ്ഡം തകരാനായിട്ട് ഇടവരും. ആ പർപ്പസിൽ നമ്മൾ പോകാതിരിക്കാനായിട്ട് ഈ പിശാച് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പർപ്പസിൽ മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് ഏറ്റവും ആവശ്യം. ഈ പർപ്പസ് ബിലോങ്സ് ടു ഗോഡ് ആൻഡ് സ്പിരിച്വൽ ഇൻ നേച്ചർ. അത് പ്രത്യേകം ഓർക്കണം. ഇത് ആത്മീയ കാര്യമാണ് ഈ പറയുന്നത്. നമ്മൾ ഈ പർപ്പസ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ പണം സമ്പാദിക്കുക, അതൊന്നുമല്ല ഈ പർപ്പസ് എന്ന് പറഞ്ഞാൽ. അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ പർപ്പസിനകത്ത് ഉണ്ടായിക്കോളും. എന്നാൽ നമ്മുടെ ഈ പർപ്പസ് പ്രധാനമായിട്ട് സ്പിരിച്വൽ നേച്ചറാണ്. നമ്മുടെ ഫ്ലഷ് കൊണ്ട് ഇതൊന്നും ചെയ്യുവാനായിട്ട് പറ്റില്ല. അതിന് നമുക്ക് ദൈവശക്തി വേണം. ഈ ദൈവശക്തി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ദൈവശക്തി പ്രാപിക്കണം എന്നൊക്കെ പറയുന്നത്? അതിന് വേറൊരു രീതിയിൽ പറഞ്ഞാൽ നാം അഭിഷേകം എന്ന് പറയുന്നൊരു വേർഡാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ യുദ്ധം ആത്മീയമാണ്. ബൈബിളിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. അതിൽ നമ്മളത് ദൈവം യുദ്ധം ചെയ്തതിന് ബാറ്റിൽ ബിലോങ്സ് ടു ഗോഡ്. ദൈവത്തിന് ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോഡ്. ദൈവത്തിനാണ് യുദ്ധമുള്ളതെങ്കിലും അത് ചെയ്തെടുക്കുന്നത് മനുഷ്യരിലൂടെയാണ്. വി ആർ ദ കോ വർക്കേഴ്സ് ഓഫ് ദ ലോഡ്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനോടുള്ള കൂട്ടുവേലക്കാരാണ് നമ്മൾ. അപ്പോൾ ഈ കോ വർക്കേഴ്സായിട്ടുള്ള നമ്മൾ ദൈവത്തിൻ്റെ ഈ ദൗത്യം നമ്മുടെ ജീവിതങ്ങൾ കൂടി നിർവഹിച്ച് എടുക്കണം. അതിന് പ്രധാനമായിട്ട് 2 പർപ്പസാണ് ഉള്ളത്. 2 ടൈപ്പ് ഓഫ് പർപ്പസ്. 2 ഉദ്ദേശത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്ന് ഒരു ജനറൽ പർപ്പസ്, എല്ലാവർക്കും ഉള്ളതാണ്. രണ്ടാമത് ഒരു സ്പെസിഫിക് പർപ്പസ്, ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ. ചില ആൾക്ക് ചില പർട്ടിക്കുലർ പർപ്പസാണ്. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും ജനറൽ പർപ്പസ് എന്താണ്, സ്പെസിഫിക് പർപ്പസ് എന്താണ്. മനുഷ്യൻ ദൈവത്തെ വർഷിപ്പ് ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കും. ഇത് ഇപ്പം തുടങ്ങിയൊന്നുമല്ല. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവമല്ല, ഈ ഏഞ്ചൽസ്, പല ടൈപ്പ് ഏഞ്ചൽസ് ഉണ്ട്, അവർ ദൈവത്തെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നതായിട്ട് നമുക്കറിയാം. അവരെ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടാണ്. പലർക്ക് പല റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഏഞ്ചലിക് ഇൻഫ്ലുവൻസ് ആൻഡ് ഏഞ്ചലിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മളിവിടെ കവർ ചെയ്യും. ആ സമയത്ത് അന്നേരം പറയാം. ദൈവം അതിനുശേഷം ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചപ്പോഴും അവരോട് ചേർന്ന് അവരോട് കൂടെ നടക്കുന്നൊരനുഭവം ഉണ്ടായിരുന്നു. ഈ ദൈവം അവനെ വർഷിപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വാക്യം ഞാൻ വായിക്കാം. യെശയ്യാപ്രവചനം 43:21 ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. This people have I formed for myself, they shall show forth my praise. I formed for myself, എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 4:23 ആ ശമര്യക്കാരി സ്ത്രീയോട് യേശുക്രിസ്തു പറയുന്ന ഭാഗമുണ്ട്. അതിലിങ്ങനെയാണ് പറയുന്നത്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അന്നേരം പിതാവിൻ്റെ ഇച്ഛയുണ്ട്. എന്തിനാണ്? പിതാവിനെ സത്യത്തിലും ആത്മാവിലും വർഷിപ്പിക്കണം. പിതാവിനെ സത്യത്തിലും ആത്മാവിലും. യേശുക്രിസ്തു പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ്. അപ്പോഴേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ, ദൈവത്തെ ആരാധിക്കണം. ഇതുപോലെ തന്നെ ഇതിനെതിരായിട്ടൊരു ശക്തിയുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഒരു കൂട്ടം
ദൂതന്മാർ നിഗളിച്ച് അവരെ ദൈവം അവിടുന്ന് പുറത്തിയാടിച്ച കാര്യമൊക്കെ നമ്മൾ പറഞ്ഞാണ്, ലൂസിഫറിൻ്റെ നേതൃത്വത്തിൽ. അവനും ഇതുപോലെ വെയിറ്റിംഗ് ഫോർ വർഷിപ്പ്, അവനും ഈ വർഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. യേശു ക്രിസ്തുവിനെ പരീക്ഷിച്ച സമയത്ത് മത്തായിയുടെ സുവിശേഷം 4:8-9 വാക്യങ്ങളിലെ യേശുവിനോട് പറയുന്നൊരു കാര്യമാണ്, പിശാച് അവനെ ഏറ്റവും വലിയൊരു ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. എല്ലാം അവൻ്റെ കയ്യിലാണ്, പിശാചിൻ്റെ കീഴിലാണ്. എന്നിട്ട് കാണിച്ചിട്ട് പറയുകയാണ്, വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്നവനോട് പറഞ്ഞു. ഇവിടെ സാത്താൻ ആൾസോ ഡിസൈർസ് ഫോർ വർഷിപ്പ്. സാത്താനും ഇതുപോലെ തന്നെ വർഷിപ്പ് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ആളാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പർപ്പസ്, ടു വിറ്റ്നസ് ക്രൈസ്റ്റ് ഇൻ ദ എർത്ത്. ഇത് യേശുക്രിസ്തു വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർന്നതിന് ശേഷം ചെയ്തിട്ടുള്ള ഒരു കമാൻഡാണ്. അപ്പോസ്തല പ്രവൃത്തി 1:8, മത്തായി 28:18. ഞാനതൊന്നും ഇത് പ്രത്യേകിച്ച് വായിക്കുന്നില്ല, കാരണം പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ടുള്ളതാണ്. ശിഷ്യരാക്കുക, സാക്ഷിക്കുക എന്നൊക്കെയുള്ള വേർഡ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. യേശുവിനെ ലോകത്തൊക്കെയും പോയി സാക്ഷിക്കുക. മൂന്നാമത് ഉള്ള ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ഡെമോൺസ്ട്രേറ്റ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ കൂടി പ്രദർശിപ്പിക്കണം. യോഹന്നാൻ 13:35 പറയുന്നത് അന്യോന്യം സ്നേഹിക്കുവാനാണ് പറയുന്നത്. യോഹന്നാൻ 15:12 പറയുന്ന സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നത്, ദാറ്റ് മീൻസ് ദ അഗപ്പെ ലവ്. അതാണ് സെൽഫ് ഗിവിങ് ലവ്. സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും കിട്ടാനായിട്ടല്ല, അങ്ങോട്ട് കൊടുക്കാനായിട്ട്. ദാറ്റ് ഈസ് ദ ലവ് ഓഫ് ഗോഡ്. ദൈവം ലോകത്തെ സ്നേഹിച്ചു, അങ്ങനെയാണ്. ലോകത്തിൻ്റെ നന്മ കണ്ടുകൊണ്ടല്ല ദൈവം സ്നേഹിച്ചത്. യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം സ്നേഹിച്ചു. ടു ഡെമോൺസ്ട്രേറ്റ് ലവ്. അതേ രീതിയിലുള്ള ഒരു അഗപ്പെ ലവ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു. ദ പർപ്പസ് ഓഫ് അവർ ക്രിയേഷൻ. അത് മാത്രമല്ല, നാലാമത് ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 15:14 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. ദൈവത്തിൻ്റെ വാക്ക്, അതിനെക്കുറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ ലൈറ്റും വേർഡിനെ കുറിച്ച് നമ്മൾ വേറൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ. ഇതെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ പൈശാചിക ശക്തികളെ ജയിക്കാനായിട്ടുള്ള ചില മാർഗങ്ങളെക്കുറിച്ച് കൊണ്ടുവരുന്നതിലേക്കുള്ള ഒരു പ്രയാണമാണിത്. നമ്മളതിൻ്റെ ആമുഖങ്ങളായിട്ടാണ് ഇതെല്ലാം പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർക്കുക. 1, കർത്താവിനെ വർഷിപ്പ് ചെയ്യുക. 2, കർത്താവിനെ വിറ്റ്നസ് ചെയ്യുക. 3, കർത്താവിന് സ്നേഹം, എന്നോട് കാണിച്ച ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുക. 4, കർത്താവ് പറഞ്ഞ വാക്കുകൾ അനുസരിക്കുക. കാരണം നമ്മൾ അറിയാമല്ലോ, ഒരാളെ നമ്മൾ അനുസരിക്കുമ്പോഴാണ് അയാളോട് സ്നേഹം കാണിക്കുക. അയാൾ പറഞ്ഞ വാക്കുകൾ അനുസരിക്കുമ്പോഴാണ് അയാളോട് സ്നേഹം വരുന്നത്. അതുകൊണ്ട് അതൊരു പേടിച്ചുള്ള ഒരു അനുസരണമല്ല, അയാൾ എന്നെ ഉപദ്രവിക്കുമെന്നുള്ളതല്ല, സ്നേഹത്തിലുള്ള അനുസരണം. ഞാൻ ജനറൽ പർപ്പസ് പറഞ്ഞു. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് അസ് എന്നുള്ള ഭാഗമാണ് പറഞ്ഞത്. ഇതിന് ബാക്കി ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. സ്പെസിഫിക് പർപ്പസും ഉണ്ട്, നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്പെസിഫിക് പർപ്പസുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, നമ്മുടെ പർപ്പസിൽ നമ്മൾ മൂവ് ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരികയുള്ളൂ. ദൈവത്താൽ നമ്മൾ ഒരുക്കപ്പെടണം, ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പ്രാപിക്കണം, അതുപോലെ തന്നെ ദൈവം നമ്മളെ അയക്കണം. ഈ 3 കാര്യങ്ങൾ ഒരു ജനറൽ പർപ്പസിൽ വരുന്ന കാര്യമാണ്. അതിനകത്ത് നമ്മൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞ്. 1, നമ്മുടെ ജീവിതങ്ങളിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ബേസിക്കായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ആ സൈറ്റാനിക് ഓൾട്ടർ അത് നമ്മൾ കളയണം. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടാണ് അത് ആദ്യം ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഈ യേശുക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് ഇതുവരെയും കടന്നു വന്നിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ഈ കർത്താവിൻ്റെ രക്ഷയിലേക്ക് നിങ്ങൾ കടന്നു വരണം. ആദ്യം ചെയ്യാനുള്ളത് അതാണ്. നമ്മുടെ ഉള്ളിലേക്ക് കർത്താവ് വരുമ്പോഴാണ് കർത്താവിൻ്റെ ആത്മാവുമായിട്ട് നമുക്ക് ഒരു ലിങ്ക് വരുന്നത്.
നേരത്തെ പറഞ്ഞാണ് ദൈവത്തിൻ്റെ അരൂപിയായിട്ടുള്ള ആത്മാവ് നമ്മൾ വസിക്കണമെങ്കിൽ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് ഈ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ താല്പര്യം വരുന്നത്. എന്താണ്? ടു വർഷിപ്പ് ഗോഡ്, ദൈവത്തെ ആരാധിക്കുക. രണ്ടാമത് യേശുവിനെ വിറ്റ്നസ് ചെയ്യുക. 3 ഡെമൺസ്ട്രേറ്റ് ചെയ്യുക, അവൻ്റെ സ്നേഹം ഡെമൺസ്ട്രേറ്റ് ചെയ്യുക. 4 അവൻ്റെ വാക്ക് അനുസരിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ജീവിതശൈലി ചെയ്ത് നമ്മളെ പർപ്പസ് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ അത് തന്നെ, ആ അറിവ് തന്നെ പിശാച് നമ്മളെ വിട്ടുപോകാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ്, ഒരു പടിയാണ്. നമ്മുടെ വാറ്, ഈ പൈശാചികമായിട്ടുള്ള വാറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണത്. നമ്മുടെ ദൗത്യം എന്താണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുക. ഞാൻ ഒരു വീട്ടിൽ ജനിച്ചു, കുറച്ച് നാൾ ഇങ്ങനെ ജീവിച്ചിട്ട് കുറേ കഴിഞ്ഞ് ഞാനങ്ങ് മരിക്കും, അങ്ങ് പോകും, അടുത്ത എൻ്റെ പിള്ളേർ ജീവിക്കും. ഇങ്ങനെയുള്ളൊരു ലൈഫിന് വേണ്ടിയല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. അത് നമ്മുടെ ജീവിതങ്ങളിൽ ഒരു പർപ്പസ് ഉണ്ടാവട്ടെ. അതിന് ദൈവം നമ്മളെ ഇടവരുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് വ്യാപരിക്കണം കർത്താവെ. ഞങ്ങളെ നീ ഒരുക്കണം കർത്താവെ. ഞങ്ങളെ ഐക്യം വേണം. അത് ആ ഒരു വലിയ ഫോക്കസ്, ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു ഫോക്കസ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ടില്ലെങ്കിൽ ദൈവമേ, നിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയും ആ ബന്ധത്തിലേക്ക് വരാനായിട്ട് ഇടവരുത്തുകയും ചെയ്യണം. ദൈവമേ, ഫോക്കസ് നഷ്ടപ്പെട്ട് വാണ്ടർ ചെയ്ത് നടക്കുന്ന കുറച്ച് പേരുണ്ട്. ഭവനത്തിൽ പോലും വരാതെ വാണ്ടർ ചെയ്യുന്ന പൈശാചിക അടിമത്തത്തിലായിരിക്കുന്ന ചിലരുണ്ട്. പിശാചി കർത്താവെ അവരുടെ ഉള്ളിൽ വാഴുന്ന ചില വ്യക്തികൾ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം പൊട്ടി മാറി ദൈവത്തിൻ്റെ വലിയ ശക്തി അവിടെ പ്രദർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ, അവരുടെ ജീവിതങ്ങളിൽ ശക്തി പകരുവാൻ, അവരുടെ ജീവിതത്തിലെ ഫോക്കസ് വരുവാൻ കർത്താവെ ഇടവരുത്തണം. പഠിക്കുന്ന ചില കുഞ്ഞുങ്ങൾ, പഠിക്കാനായിട്ട് പറ്റാതെ ഇരിക്കുന്ന ചില ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നു. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ഒരു ഫോക്കസ് നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ജോലി ഇല്ലാതെ, ജോലിക്ക് പലതും പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് കിട്ടാതെ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങൾ ആ ഡിവൈസിലോട്ട് കൈ നീട്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, എനിക്ക് ആ ഫോക്കസ് വേണം. കർത്താവേ, ആ ഫോക്കസിൽ ഞാൻ വർക്ക് ചെയ്യാൻ, ദൈവത്തിൻ്റെ ദൗത്യം ചെയ്യുവാനായിട്ട് ഞാൻ എൻ്റെ ജീവിതങ്ങളെ തരുന്നു. ജോലി അന്വേഷിച്ച് പോകാനായിട്ടല്ല, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നീ എനിക്ക് വെളിപ്പെടുത്തി തരികയും ആ ഫോക്കസിലേക്ക് ഞാൻ ആകുകയും ചെയ്യുവാൻ കർത്താവെ അടിയനെ സഹായിക്കണമെന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് ദൈവനോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അറിയാത്ത വഴിയിൽ നിന്ന് ആ ഡിലേയുടെ ദ സ്പിരിറ്റ് ഓഫ് ഡിലേ വി ക്യാൻസൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, അതിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ കർത്താവെ, ദൈവത്തിൻ്റെ വലിയ മഹത്വം അവരുടെ ജീവിതങ്ങൾ വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലി ഇല്ലാത്തിടത്ത് നിന്ന് അറിയാത്ത വഴിയിൽ നിന്ന് ജോലി വന്നു ചേരുവാൻ കർത്താവെ നീ കൃപയൊരുക്കും സഹായിക്കുകയും ചെയ്യും. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് നിങ്ങളെ തുടർമാനമായി വായിച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഇത് ഈ സീരീസ് ഏകദേശം ഒരു 90 എപ്പിസോഡും കാണും. നമുക്ക് 10 കഴിഞ്ഞുള്ളൂ. ഈ 90 എപ്പിസോഡ് കഴിയുമ്പോഴേ നിങ്ങളിത് വാച്ച് ചെയ്യുക. 15-20 മിനിറ്റിനകത്ത് ഇത് നിർത്തുന്നതാണ്. നിങ്ങൾ വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവും. യു വിൽ ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. ഇത് കഴിയുമ്പോഴേ നിങ്ങളൊരു നിങ്ങളുടെ ലൈഫ് തന്നെ എൻ്റയർലി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. യു ആർ ബിക്കം എ സൂപ്പർ നാച്ചുറൽ മാൻ. നിങ്ങളൊരു സൂപ്പർ നാച്ചുറൽ മാനായി തീരും. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ഉള്ളിൽ ആ ഡിസയർ നിങ്ങളുടെ ഉള്ളിൽ വരികയും ചെയ്യും. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാട്സാപ്പിനകത്തൊക്കെ ഇത് നിങ്ങൾ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കുകയോ ഏതെങ്കിലും രീതിയിൽ ഇത് ആരെങ്കിലും എത്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.